ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അബദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഒരുപാട് കാലമായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സാണ്. അതുപോലെ തന്നെ മാറി മാറി പല വാഹനങ്ങൾ ഓടിക്കുന്നു. ഒപ്പം തന്നെ ഒരുപാട് വാഹനങ്ങൾ ഉള്ള ആൾക്കാരാണ്. പലരും ഈ അബദ്ധങ്ങൾ പലപ്പോഴും ബേസിക് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഒരുപാട് പേര് ഒരുപാട് രീതികളാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ചിലർ പറയുന്നു വാഹനത്തിന്റെ ഗിയർ ന്യൂട്രാക്കിയിട്ട് ബ്രേക്ക് കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. ചിലർ പറയുന്നത് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയാലും ക്ലച്ച് നിർബന്ധമായിട്ടും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് വാഹനത്തിന്റെ ഗിയർ ഏതെങ്കിലും ഒരു ഗിയറിൽ കിടന്നാലും പ്രശ്നമില്ല, പക്ഷെങ്കിൽ ക്ലച്ച് നിർബന്ധമായിട്ടും ചവിട്ടിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നും പറയുന്നവരുണ്ട്. ഒപ്പം തന്നെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ കീ ഇടുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ പല ആൾക്കാരും ചെയ്യാറുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ സെക്കൻഡുകൾക്ക് മുന്നിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യുന്നത് വാഹനത്തിൽ കയറുക, വാഹനത്തിന്റെ കീ ഓൺ ആക്കുക, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യമാണ് വാഹനത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മളുടെ വണ്ടിയുടെ കീ നമ്മൾ ഇഗ്നിഷൻ ഇടുന്ന ഈ ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തിരിവ് തിരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഒറ്റ തിരിവ് ഞാൻ തിരിച്ചു. ഈ തിരിവ് തിരിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, നമ്മളുടെ വാഹനത്തിന്റെ അത്യാവശ്യം കറണ്ട് വേണ്ട ഏരിയയിലേക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കറണ്ട് ലഭിക്കും. അതിന് ഉദാഹരണമാണ് ഈ ഓക്സ്. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ഈ ചാർജിങ് പോർട്ടുകൾ, അതായത് മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഈ പോർട്ടുകളിലേക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കറണ്ടും കാര്യങ്ങളുമാണ് ആദ്യം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലായാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഒരു തിരിവും കൂടെ തിരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വാഹനത്തിന്റെ മീറ്റർ കൺസോളിലെ വാർണിംഗ് ലൈറ്റുകളെല്ലാം തെളിയും. ഈ വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞാൽ ഉടൻ തന്നെ അപ്പം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഒരു 2-3 സെക്കൻഡിന് ശേഷമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് നേരം നമ്മളിത് ഓണാക്കി വെക്കാനായിട്ടും പാടില്ല. ഇത് ഞാൻ പറയുന്നത് ഒറ്റ തിരിവിന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, അതായത് താക്കോൽ ഇട്ടിട്ട് ഒറ്റ തിരിവിന് സ്റ്റാർട്ട് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാ ഏരിയയിലേക്കുള്ള ഒരു കറണ്ട് എത്താനും ഒപ്പം തന്നെ വാഹനത്തിൽ പെട്രോൾ പ്രോപ്പറായിട്ട് എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ടൈമും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വാഹനത്തിൽ പെട്രോൾ തീർത്തും കുറച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് തീർത്തും ഒരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപയ്ക്കൊക്കെ അടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പെട്രോളിൻ്റെ അളവ് തീർത്തും അങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ ഉള്ളിൽ എയർ കയറും. എയർ കയറുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കിയിട്ട് എത്ര സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത്തിരി പെട്രോൾ ഉണ്ടെങ്കിൽ പോലും കയറി വരത്തില്ല, വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. അപ്പോൾ പെട്രോളിൻ്റെ അളവും നമ്മൾ വാഹനത്തിൽ കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 1000 രൂപയുടെയെങ്കിലും പെട്രോൾ അടിച്ചിട്ടേക്കുക. അപ്പോൾ നമുക്ക് എയർ കയറുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. വാഹനത്തിൻ്റെ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2-3 സെക്കൻഡിനുള്ളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിത് ഒരു തിരിവും കൊണ്ട് തിരിക്കുന്നു, വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞു. ഈ വാർണിംഗ് ലൈറ്റുകളെ പല ആൾക്കാർക്കും ധാരണയില്ല. ഇപ്പോൾ ഇവിടെ സാധാരണ വാഹനങ്ങളിൽ കാണുന്ന ഒരു ബേസ് വേരിയന്റ് വണ്ടികളിൽ കാണുന്ന വാർണിംഗ് ലൈറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഓയിൽ വാർണിംഗ് ലൈറ്റ് കാണാം, പിന്നെ ബാറ്ററിയുടെ കാണാം, പിന്നെ ചെക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, ലോക്കിൻ്റെ, സ്റ്റിയറിങ്ങിൻ്റെ, പിന്നെ വരുന്നതാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ. ഇപ്പം നിങ്ങൾ നോക്കി, ഹാൻഡ് ബ്രേക്കിൻ്റെയും കൂടി ഇവിടെ നമുക്ക് തെളിഞ്ഞ് കിടപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ബേസ് വണ്ടിയിൽ കാണുന്നത്. ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ അലാം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൻ്റെ വാർണിംഗ് ലൈറ്റുകളും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ തെളിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനം സ്റ്റാർട്ട് ചെയ്തേക്ക്. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ വണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജനറേഷൻ ചേഞ്ച് ആകുന്നത് പോലെ തന്നെ നമ്മളുടെ വാഹനത്തിലും ഒരുപാട് ജനറേഷനിൽ വരുന്ന അപ്ഡേറ്റുകൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതികൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. സ്റ്റാർട്ട് ചെയ്യേണ്ട ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഗിയറിലായിക്കോട്ടെ ന്യൂട്രലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലേക്കും ഒപ്പം ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇതിങ്ങനെ പറയുന്നതിന് പിന്നിലെ കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയ വാഹനത്തിൻ്റെ കീ ഞാൻ ഓണാക്കി, 2-3 സെക്കൻഡ് കഴിയുന്നു, വാഹനം ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറയാം. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഒരു കാരണവശാലും ഡ്രൈവ് വീലുകളിലേക്ക് പോകുന്നില്ല. കാരണം എന്താണ്, ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്തായാലും എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു
തരത്തിലുള്ള പവർ ഫ്ലോയും വീലുകളിലേക്ക് പോകുന്നില്ല. എന്നാൽ വാഹനത്തിൻ്റെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു പവർ ഫ്ലോ എന്തായാലും നമ്മളുടെ വാഹനത്തിൻ്റെ ഡ്രൈവ് വീലുകളിലേക്ക് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ക്ലച്ച് ചവിട്ടി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഒട്ടുമിക്ക വാഹനങ്ങളിൽ, അതായത് കുറച്ച് ടോപ്പ് എൻഡ് വണ്ടികളിലൊക്കെ വരുന്നത് ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അതിൻ്റെ കാര്യം എന്താണ്, സേഫ്റ്റിയുടെ ഭാഗമാണ്. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, വണ്ടി ഗിയറിലായിരിക്കും, ഫസ്റ്റ് ഗിയറിലായിരിക്കും കിടക്കുന്നത്, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യും, വാഹനം മുന്നോട്ട് ജമ്പ് ചെയ്തിട്ട് വാഹനം നിന്നു പോകുന്ന രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ മുന്നിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ വാഹനങ്ങളിൽ നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടിയേ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ എല്ലാ വാർണിംഗ് സിഗ്നലും ഓഫായെന്ന് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും വാർണിംഗ് സിഗ്നലുകൾ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓയിൽ വാർണിംഗ് ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈറ്റ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യം മീറ്റർ കൺസോളിൽ തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട പാർട്സുകൾക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് മീറ്റർ കൺസോളിലെ എല്ലാ ലൈറ്റ്സുകളും വാർണിംഗ് ലൈറ്റ്സുകളും ഓഫ് ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം. ഇവിടെ സാധാരണ തെളിഞ്ഞ് കിടക്കുന്ന വാർണിംഗ് ലൈറ്റ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ വാഹനത്തിന് ഹാൻഡ് ബ്രേക്കിൻ്റെയാണ്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ടാണ് ഇത് കിടക്കുന്നത്. അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനി വേറൊരു വാർണിംഗ് ലൈറ്റ്സുകളും തെളിഞ്ഞിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാർണിംഗ് ലൈറ്റ്സുകളും ഉണ്ടാകാനായിട്ട് പാടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കീ ഇട്ടാൽ ഒറ്റ തിരിവിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. ഇട്ട ഒരു 2-3 സെക്കൻഡുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി വാഹനം പഠിക്കുന്നവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വണ്ടി സ്റ്റാർട്ടായെന്നുള്ള തിരിച്ചറിവ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രൈവറിന് ഉണ്ടാകണം. വാഹനം പഠിക്കുന്നവർ മനസ്സിലാക്കുക. പല ആൾക്കാരും എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലും കാല് വരും, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതായത് താക്കോൽ അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് ഒറ്റ തിരിവ് അങ്ങ് തിരിച്ചങ്ങ് ഞെക്കി അങ്ങ് പിടിച്ചിട്ട് അങ്ങ് വിടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാർട്സുകളുണ്ട്, ബ്രഷ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിനൊക്കെ തേയ്മാനം വരാനും ഭാവിയിൽ അത് വേഗത്തിൽ അത് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാം. അതായത് ചില ആൾക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ കീ ഇതുപോലെ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വാർണിംഗ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇട്ടേക്കും. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു രീതിയാണ്. വണ്ടി കയറും, ഡോറൊക്കെ അങ്ങോട്ട് അടയ്ക്കും, എന്നിട്ട് ഇങ്ങനെ ഇടും. ഇങ്ങനെയൊക്കെ ഇട്ട് എല്ലാ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഒരു കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു സ്വഭാവം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് വളരെ വേഗത്തിൽ തന്നെ തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കുറേ നേരം വാഹനത്തിൻ്റെ കീ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഡൗൺ ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബാറ്ററിയുടെ ലൈഫ് വേഗത്തിൽ തന്നെ അത് തീരാനായിട്ടുള്ള ഒരു സാധ്യത. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ, പല ആൾക്കാരിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത്. ഇതിൽ കൂടുതൽ അറിവുള്ളവരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.